പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വിദേശ പൗരനെ രക്ഷപ്പെടുത്താൻ തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ച കേസ് നമുക്കറിയാം. ആന്റണി രാജു പ്രതിയായ ആ കേസാണ്. അതിൽ മുൻമന്ത്രി ആന്റണി രാജുവിനെതിരെ കേസെടുക്കാൻ ബാർ കൗൺസിൽ സ്വമേധയാ കേസെടുക്കാനാണ് ബാർ കൗൺസിലിന്റെ നീക്കം. ആന്റണി രാജുവിനെ അഭിഭാഷക ജോലിയിൽ നിന്ന് പുറത്താക്കാനുമാണ് ഇപ്പോൾ നിലവിൽ നീക്കങ്ങൾ നടക്കുന്നത്. അടുത്ത ബാർ കൗൺസിലിൽ ഈ തീരുമാനം വരുമെന്നുള്ളതും കൂടിയാണ് മനസ്സിലാകുന്നത്. ആന്റണി രാജുവിൻ്റേത് നാണക്കേടുണ്ടാക്കിയ നടപടിയെന്ന് ബാർ കൗൺസിൽ പറഞ്ഞു. സംശയമേതുമില്ല, അഭിഭാഷകർക്ക് വലിയ രീതിയിൽ നാണക്കേട് സൃഷ്ടിക്കുന്ന ഒരു നടപടിയാണ്. ആ ഒരു നടപടിയിലാണ്, ആ ഒരു കേസിലാണ് ഇപ്പോൾ ആന്റണി രാജു ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതും കൂടി നമ്മൾ കണ്ടതാണ്. ആ തൊണ്ടി മുതൽ തിരിമറി നടത്തി ക്ലർക്കിനെ സ്വാധീനിച്ച് തൊണ്ടി മുതൽ തിരിമറി നടത്തിയ സംഭവമാണ്. ആ സംഭവത്തിലാണ് ആന്റണി രാജു ഇപ്പോൾ ആന്റണി രാജുവിനെതിരെ ശിക്ഷാവിധി തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിലവിൽ 1 മാസത്തെ ജാമ്യമുണ്ട്. അതിന് കൃത്യമായ നടപടികളൊക്കെ സ്വീകരിച്ച് വരികയാണ്. ആ ഒരു സാഹചര്യം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ബാർ കൗൺസിൽ ആന്റണി രാജുവിനെ അഭിഭാഷക ജോലിയിൽ നിന്ന് പുറത്താക്കാനായുള്ള നീക്കങ്ങൾ നടത്തുന്നത്. അടുത്ത ബാർ കൗൺസിൽ ആ തീരുമാനമുണ്ടാകും. ആന്റണി രാജുവിനെതിരെ കേസെടുക്കാൻ ബാർ കൗൺസിൽ സ്വമേധയാ കേസെടുക്കാൻ ബാർ കൗൺസിൽ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ആന്റണി രാജുവിൻ്റേത് നാണക്കേടുണ്ടാക്കിയ നടപടി എന്നാണ് ബാർ കൗൺസിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ പുറത്തു വരുന്നത്. ആന്റണി രാജുവിൻ്റെ തൊണ്ടി മുതൽ തിരിമറി കേസ്, നമ്മൾ അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കെ ജയമോഹൻ്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. കേരള വിഷൻ ന്യൂസിനോട് അദ്ദേഹത്തിൻ്റെ ആ കേസിൻ്റെ നാൾവഴികളൊക്കെ കൃത്യമായി പറയുന്നത് നമ്മൾ അത് കേട്ടതാണ്. 1990 ഉണ്ടായ ആ സംഭവത്തെ തുടർന്ന് ആ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഒരു തിരിമറി, ആ തിരിമറി പിന്നീട് ഓസ്ട്രേലിയ വരെ പോയി ഓസ്ട്രേലിയയിൽ നിന്ന് തിരിച്ചു വരുന്നതെല്ലാമാണ് നമ്മൾ കണ്ടത്. ആ വിവരങ്ങൾ അവിടെ നിന്നാണ് ഇന്ത്യയിലേക്ക് എത്തിയത്, കേരളത്തിലേക്ക് എത്തിയത്. പിന്നീട് കേസായി മാറുന്നത് 2006 ഇത് കേസായി മാറുന്നു, 2005 ഇത് കേസായി മാറുന്നു, 2006 ഇത് കുറ്റപത്രമടക്കം സമർപ്പിക്കപ്പെട്ട് വിചാരണ നടപടികൾ ആരംഭിക്കുന്നു. പിന്നീട് ആന്റണി രാജുവും ഒപ്പം തന്നെ രണ്ടാം പ്രതിയായ ആന്റണി രാജുവും 1-ാം പ്രതിയായ കോടതി ക്ലർക്കും കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തുന്നു. ശേഷം ശിക്ഷ വിധിക്കുന്നു. 3 വർഷം തടവിനാണ് ശിക്ഷ വിധിച്ചത്. MLA സ്ഥാനം വരെ നഷ്ടമാകും, അയോഗ്യനാകും. അത്തരത്തിലുള്ള നടപടികളൊക്കെ നടപടികളൊക്കെ ആന്റണി രാജുവിന് നേരിടേണ്ടി വരും എന്നുള്ളതും കൂടിയാണ്. രാഷ്ട്രീയ ഭാവിയടക്കം ഇനി അങ്ങോട്ട് എത്തരത്തിലാകുമെന്നുള്ള കൂടി ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ആ സംഭവം, ആ ശിക്ഷാവിധി വരെ പുറത്തു വന്നത്. ഇപ്പോൾ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്നാലും 6 കൊല്ലത്തേക്ക് മത്സരിക്കാൻ സാധിക്കില്ല. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ബാർ കൗൺസിൽ സ്വമേധയാ ആന്റണി രാജുവിനെതിരെ കേസെടുക്കാൻ ഒരുങ്ങുന്നത്. ആന്റണി രാജുവിനെ അഭിഭാഷക ജോലിയിൽ നിന്ന് നീക്കാനാണ് ബാർ കൗൺസിലിന്റെ നീക്കം.